ഹലോ എവ്രി വൺ. GAMAT 401 മോഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം മോഡ്യൂൾ 3 എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് ട്രീസ്, പ്രോപ്പർട്ടീസ്, പെൻഡന്റ് വെർട്ടിസസ്, ഡിസ്റ്റൻസ് ആൻഡ് സെൻറ്റേഴ്സ് ഇൻ എ ട്രീ, റൂട്ടഡ് ട്രീസ്, ബൈനറി ട്രീസ്, കൗണ്ടിങ് ട്രീസ്, സ്പാനിങ് ട്രീസ്, പ്രിംസ് അൽഗോരിതം ആൻഡ് ക്രസ്കൽസ് അൽഗോരിതം, ഡിജിസ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, ഫ്ലോയിഡ് വാർഷാൾ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ മോഡ്യൂൾ 3 സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീസ്, അതിൻ്റെ സർട്ടൻ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ട്രീസ് എന്താണെന്ന് നോക്കാം. ട്രീ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. അതിനകത്ത് സർക്യൂട്ട്സ് ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പോൾ സർക്യൂട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു കണക്റ്റഡ് ഗ്രാഫിനെയാണ് നമ്മൾ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഗ്രാഫും അറ്റ്ലീസ്റ്റ് 1 വെർട്ടിസസ് എങ്കിലും ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ട്രീക്കകത്തും ഒരു അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമേ അത് ഗ്രാഫായിട്ട് മാറുള്ളൂ. സോ ട്രീ എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. അതുപോലെ അതിനകത്ത് സർക്യൂട്ട്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സർക്യൂട്ട്സ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ലൂപ്സോ അല്ലെങ്കിൽ പാരലൽ എഡ്ജസോ ഒന്നും കാണാനും പാടില്ല. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി സെൽഫ് ലൂപ്സ് ഓർ എനി പാരലൽ എഡ്ജസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി എ സിമ്പിൾ ഗ്രാഫ്. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. കാരണം എന്താ? അത് സർക്യൂട്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞു. അപ്പോൾ സെൽഫ് ലൂപ്പോ അല്ലെങ്കിൽ പാരലൽ എഡ്ജസോ ഇല്ലാത്ത ഒരു സിമ്പിൾ ഗ്രാഫിനെയാണ് നമ്മൾ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ട്രീന് എക്സാമ്പിളാണ്. അപ്പോൾ സാധാരണ നമ്മൾ ട്രീ പറയണ പോലെ തന്നെ അതിനൊരു റൂട്ട് ഉണ്ട്. ആ റൂട്ടിൽ നിന്ന് പല ബ്രാഞ്ചസ് ആയിട്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മെയിൻ റൂട്ട്, അപ്പോൾ ട്രീയുടെ മെയിൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടെക്സ് ആണ്. ആ വെർട്ടെക്സിൽ നിന്ന് പല വെർട്ടെക്സിലേക്ക് ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് മെയിൻ റൂട്ടാണ്. ആ റൂട്ടിൽ നിന്ന് സബ് ഡിവിഷനായിട്ട് പല വെർട്ടിസസ് ഇങ്ങനെ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ബ്രാഞ്ചസ് ആയിട്ട് എഡ്ജസും മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ട്രീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ട്രീ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. അതിനകത്ത് ലൂപ്സോ പാരലൽ എഡ്ജസോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വെർട്ടെക്സ്, 2 വെർട്ടെക്സ്, 3 വെർട്ടെക്സ്, 4 വെർട്ടെക്സ് രീതിയിൽ വരയ്ക്കാവുന്ന തരത്തിലുള്ള ട്രീസ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ട്രീസ് വരയ്ക്കണമെന്ന്. അപ്പോൾ സിംഗിൾ വെർട്ടെക്സ് മാത്രം ഉള്ളെങ്കിൽ നമുക്കറിയാം ഇതൊരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആയിട്ട് നിൽക്കും. ഇതൊരു ട്രീ തന്നെയാണ്, ഇതൊരു ഗ്രാഫാണ്, അതുകൊണ്ട് ഇത് ഒരു ട്രീ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംഗിൾ വെർട്ടെക്സ് ആയിട്ട് മാർക്ക് ചെയ്താൽ എന്താണ്? അതൊരു ട്രീ തന്നെയാണ്. ദെൻ 2 വെർട്ടെക്സ് ഉള്ള ട്രീ വരയ്ക്കാൻ പറഞ്ഞാലോ, 2 വെർട്ടെക്സ് എൻ പോയിന്റ് ആയിട്ട് അതിനെ ജോയിൻ ചെയ്തൊരു എഡ്ജും വേണം. അപ്പോൾ ഇതൊരു 2 വെർട്ടെക്സ് ഉള്ള ട്രീ ആണ്. ഇനി 3 വെർട്ടെക്സ് ഉള്ളത് വരയ്ക്കാൻ പറഞ്ഞാലോ, 3 വെർട്ടെക്സ് മാർക്ക് ചെയ്യുക, അതിനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ 2 എഡ്ജസും കൊടുക്കുക. അപ്പോൾ ഇതൊരു ട്രീ ആണ്. അതുപോലെ 4 വെർട്ടിസസ് വരുന്ന ട്രീസ് വരയ്ക്കാൻ പറഞ്ഞാലോ, 4 വെർട്ടെക്സ് മാർക്ക് ചെയ്തു. നമ്മൾ മെയിൻ ഒരു റൂട്ടായിട്ട് നമ്മളൊരു വെർട്ടെക്സ് മാർക്ക് ചെയ്തു. ആ വെർട്ടെക്സിൽ നിന്ന് 2 എണ്ണത്തിലേക്ക് പോകുന്ന രീതിയിൽ എഡ്ജസ് മാർക്ക് ചെയ്തു. പിന്നെ ഇത് ഒരെണ്ണത്തിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാതെ ഇത് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആയിപ്പോകും. നമുക്ക് ക്ലോസ്ഡ് ആവാൻ പാടില്ല, സർക്യൂട്ട്സ് വരാൻ പാടില്ല, അല്ലെങ്കിൽ ലൂപ്സ് വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ വേണം മാർക്കിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതേ ഫിഗർ തന്നെ അല്ലെങ്കിൽ ഇതേ നമ്പർ ഓഫ് വെർട്ടിസസ് വെച്ച് തന്നെ നമുക്ക് വേറെ രീതിയിലും ട്രീ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ 4 വെർട്ടെക്സ് തന്നെയാണ്, പക്ഷെ ഇതും എന്ത് തന്നെയാണ്? ഒരു ട്രീക്ക് എക്സാമ്പിൾ തന്നെയാണ്. 4 വെർട്ടെക്സ് ആണ്. ആ 4 വെർട്ടെക്സ് ഉപയോഗിച്ചിട്ട് വേറൊരു ട്രീ വരച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഒരു സിംഗിൾ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങനെ സബ് ഡിവിഷൻ ആയിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ട്രീസിനെ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് കണക്റ്റഡ് ആയിരിക്കണം. അതിൽ ലൂപ്സോ പാരലൽ എഡ്ജസോ ഒന്നും വരാനും പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കിയേ. ദർ ഇസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എനി പെയർ ഓഫ് വെർട്ടിസസ് ഇൻ എ ട്രീ. ട്രീക്കകത്തെ ഏതൊരു പെയർ ഓഫ് വെർട്ടെക്സ് എടുത്താലും, ഏതൊരു പെയർ ഓഫ് വെർട്ടിസസ് എടുക്കുകയാണെങ്കിൽ അവ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരേ ഒരു പാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദർ ഇസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എനി 2 പെയർ ഓഫ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ്. അതായത് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പം ഞാനിതൊരു V1 ഉള്ള സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സപ്പോസ് എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 വെർട്ടിസസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് V11 ഇരിക്കട്ടെ. ഓക്കെ, V1 ഇത്, V11 ഇത്. അപ്പോൾ V1 നിന്ന് V11ലേക്ക് ഒരേ ഒരു പാത്ത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്.
അതായത് വേറൊരു വഴി കൂടെ അത് V1 നിന്ന് V11ലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരേ ഒരു സിംഗിൾ പാത്ത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഒന്നിൽ കൂടുതൽ പാത്ത്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ V1 നിന്ന് V11ലേക്ക് എത്തണമെങ്കിൽ ഒരേ ഒരു പാത്ത്, ഇങ്ങനെ ഒരു പാത്ത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കി, എ ട്രീ വിത്ത് n വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ്. അപ്പോൾ n വെർട്ടിസസ് ഉള്ള ഒരു ട്രീക്ക് n-1 എഡ്ജസ് ഉണ്ടായിരിക്കുന്ന പറഞ്ഞത്. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. ഇവിടെ നമ്മൾ വെർട്ടിസസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 11 വെർട്ടിസസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എത്ര എഡ്ജസ് ഉണ്ടായിരിക്കണം? 11 - 1 = 10 എഡ്ജസ് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് 10 എഡ്ജസ് ഉണ്ടോ എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 അല്ലേ, 10 എഡ്ജസ് ഉണ്ട്. ഇതിനകത്ത് 11 വെർട്ടിസസ് ഉണ്ട്. അപ്പോൾ 11 വെർട്ടിസസും 10 എഡ്ജസും ഉള്ള ഇത് ഒരു ട്രീ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്? എ ട്രീ വിത്ത് n വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, എ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മിനിമലി കണക്റ്റഡ്. അപ്പോൾ ഇതെല്ലാം ഓരോ തിയറംസ് ആണ്. നമുക്ക് തിയറംസ് ഇതിന്റെ പ്രൂഫായിട്ട് പറയുമ്പോൾ നമുക്കിത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. എ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ മിനിമലി കണക്റ്റഡ്. ഇത് മിനിമലി കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഓരോന്നും ഓരോ തിയറായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മിനിമലി കണക്റ്റഡ്. സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. നാലാമത്തെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ്. n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് ആൻഡ് നോ സർക്യൂട്ട്സ്. സർക്യൂട്ട് ഉണ്ടാവാൻ പാടില്ല, n-1 എഡ്ജസ് ഉണ്ടാകണം, അതുപോലെ n വെർട്ടിസസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഗ്രാഫ് എടുത്താൽ ആ ഗ്രാഫ് എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ദാറ്റ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. അതൊരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് പ്രോപ്പർട്ടി, ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എനി പെയർ ഓഫ് വെർട്ടിസസ് ഇൻ എ ട്രീ. Second property, a tree with n vertices has n-1 edges. Then third property, a graph is a tree if and only if it is minimally connected. Fourth property, a graph G with n vertices, n-1 edges and no circuits is connected. Okay, ഈ പ്രോപ്പർട്ടികൾ ഓർത്തിരിക്കുക. ഇതെല്ലാം ഓരോ തിയറംസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. തിയറം നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.